അപ്പോൾ ഇന്നിവിടെ നമ്മൾ പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടൊരു ഫ്രൂട്ടിനെ കുറിച്ചാണ്. സ്നേക്ക് ഫ്രൂട്ട്, അതിന് സലാക് ഫ്രൂട്ട് എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ നേറ്റീവ് ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയിൽ തന്നെ ജാവയും സുമാത്രയാണ് ഇതിൻ്റെ നേറ്റീവ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുമ്പോഴേക്കും സലാക്ക എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. അപ്പോൾ ഇത് നമ്മുടെ ഈ കേരളത്തിൽ നട്ടിട്ട് ഏകദേശം ഒരു 5 years എടുത്തു ഇത് കായ്ക്കാനായിട്ട്, ഇതൊന്ന് പ്രോപ്പറായിട്ട് വളർന്ന് കായ്ക്കാനായിട്ട്. പിന്നെ ഈ ചെടിയുടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നിറച്ച് മുള്ളുകളാണ്. ഇതിൻ്റെ ഇല ഉൾപ്പെടെ ഫുള്ള് മുള്ളുകളാണ്. അപ്പോൾ ഈ മുള്ള് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടുകഴുപ്പമാണ്. ഒട്ടും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല ഈ മുള്ള് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഈ നമ്മളുടെ മതിലിൻ്റെയൊക്കെ സൈഡിൽ കൂടെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പുറത്തുനിന്നുള്ള ജീവികളൊക്കെ ഉള്ളിലേക്ക് കയറുന്നതൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാം. ആനശല്യമുള്ള ഏരിയാസിലൊക്കെ ഇത് വർക്കൗട്ട് ആവുമെന്നുള്ള കാര്യം അറിയത്തില്ല, പക്ഷേ പ്രോബ്ലി ഇത് വർക്കൗട്ട് ആവേണ്ടതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ നെറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ന്യൂട്രീഷൻ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ കണ്ടൻറ്റ് ഉണ്ട്, വിറ്റാമിൻ B2 ഉണ്ട്, വൈറ്റമിൻ C ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് നിയർലി 0.4 grams ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഫൈബറും ഉണ്ട്, ഫൈബർ കണ്ടൻറ്റും ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അത് അടങ്ങിയിരിക്കുന്ന ബീറ്റ കാരറ്റീൻ ഐ ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല നിയർ സൈറ്റഡ്നെസ് കുറയും എന്നാണ് പറയുന്നത്, അതറിയില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കാൽഷ്യം, ടാനിൻ, സാപ്പനിൻ, ഫ്ലേവനോയിഡ്സ് ഒക്കെ ഡൈജസ്റ്റീവ് ഹെൽത്തിന് നല്ലതെന്ന് പറയുന്നുണ്ട്. പിന്നെ പൊട്ടാഷ്യം കണ്ടൻറ് ഉള്ളത് കാരണം കാർഡിയോവാസ്കുലർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ നല്ല സ്റ്റാമിന മെയിൻറ്റെയിൻ ചെയ്യും, കാരണം അതിൻ്റെ അകത്ത് നന്നായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് ഓവറോൾ ബോഡി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് റാഡിക്കൽ ഡാമേജസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ പുറന്തോട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർക്കൻ പാമ്പിൻ്റെ ഒക്കെ സ്കിന്ന് പോലെയാണ് ഇതിരിക്കുന്നത്, മൊത്തം സ്കെയിൽസൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് സ്നേക്ക് ഫ്രൂട്ട് എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറന്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിന്നാണ്. അപ്പോൾ ഇത് നമുക്ക് പീൽ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ പുറത്തേക്കൂടെയൊക്കെ നല്ല മുള്ളുകളുണ്ട്. അത്യാവശ്യം നമുക്ക് കുത്തിക്കയറുന്ന പോലെ തന്നെ മുള്ളുകളാണ്, നല്ല സ്ട്രോങ് മുള്ളുകളാണ് ഇതിൻ്റെ പുറത്തേക്കൂടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചക്കയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ അത്യാവശ്യം സോളിഡാണ്, നല്ല ച്യൂവിയാണ്, നന്നായിട്ട് കടിച്ച് വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ നമുക്ക് സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള മുള്ളൊക്കെയാണുള്ളത്. അപ്പോൾ അത്യാവശ്യം കയ്യിൽ കുത്തി കയറാനൊക്കെ പാകത്തിന് തന്നെ ഉണ്ട്. ഇത് ജനറലി ഒരു കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മറ്റേ തൊണ്ട് പൊളിക്കണമായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പോൾ കുറച്ച് പൊളിഞ്ഞ് കിടക്കണമുള്ളൊരു ഭാഗമായ കാരണം ഞാൻ അല്ലാതെ തന്നെ പറിച്ചെടുക്കുകയാണ് അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് പൊളിക്കാന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ കയ്യിന് അത്യാവശ്യം വേദന എടുക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. നമുക്ക് സാധാരണ 3 അല്ലികളായിട്ടാണ് കിട്ടണേ. ചിലപ്പോഴൊക്കെ ഈ 3 അല്ലികളുടെ ഉള്ളിലും സീഡ് ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ സൈസ് കണ്ടാൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സീഡില്ല. അതുമാതിരി തന്നെ ചിലപ്പോൾ 2 അല്ലി മാത്രമായിട്ട് ഇടുന്ന ചില കേസുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സീഡില്ലാത്തതും സീഡുള്ളതും ഒന്ന് നോക്കാം. അത് സീഡില്ലാത്തതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഫ്രൂട്ടായിട്ട് തന്നെ നേരിട്ട് കഴിക്കാം. അതിനകത്ത് വേറെ ഒന്നും കളയാനൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സീഡുള്ള ഐറ്റം. അപ്പോൾ ഒരു വലിയ സീഡ് തന്നെയാണ് ഇതിനകത്തുള്ളത്. നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയൊരു സീഡ് തന്നെ ഇതിനകത്ത് കിട്ടും. ഇതൊക്കെ അത്യാവശ്യം ഭാവി നമുക്ക് ഇതിൻ്റെ പ്ലാന്റ് ആക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഇനി ഇത് നമ്മുടെ ഒരു ചക്കയുടെ ഒരു അല്ലി പോലെയൊക്കെ തന്നെയാണ് ഇതിരിക്കുന്നത്. ഇനി ടേസ്റ്റ് വൈസ് ഞാൻ പറയാം. ടേസ്റ്റ് വൈസ് അത്യാവശ്യം ജ്യൂസി ആയിട്ടുള്ള മധുരമുണ്ട്, ചെറിയൊരു ചവർപ്പും ഒക്കെ ആയിട്ട് ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. നമുക്ക് കുറച്ചെങ്കിലും സിമിലാരിറ്റി പറയാൻ പറ്റുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു ആംഗിളിൽ നിന്ന് ചക്കയുടെയാണ്. അതർവൈസ് ഇതിന് ടോട്ടലി ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ സംഭവം എല്ലാവരും കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.